Dear students, Farooq Higher Secondary School online class like എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് രശ്മി മനോജ് കുമാർ. ഞാനാണ് നിങ്ങൾക്ക് സുവോളജി ക്ലാസ്സസ് കൈകാര്യം ചെയ്യുന്നത്. സുവോളജിയിൽ ഈ വർഷം നമുക്ക് ആദ്യം പഠിക്കാനുള്ള ചാപ്റ്റർ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ആണ്. നിങ്ങൾ ഓൾറെഡി 2 വീഡിയോസ് കണ്ടിട്ടുണ്ട് റീപ്രൊഡക്ഷനെ കുറിച്ചിട്ടുള്ളത് വിക്ടേഴ്സ് ചാനലിൽ. അതിനകത്ത് നമുക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്, ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ത് ടൈപ്പാണെന്നുള്ളത്. Human beings are sexually reproducing viviparous organisms. നമുക്കതിന് മനസ്സിലായിട്ടുള്ള കാര്യമാണ് സെക്ഷുവലി റീപ്രൊഡ്യൂസിങ്. ദാറ്റ് മീൻസ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റ്സ് ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഫോം ചെയ്തിട്ടുള്ള മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ, അതിനാണ് നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അത് തന്നെ വിവിപാരസ് ആണ്. വിവിപാരസ് മീൻസ് കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ. അപ്പോൾ ഹ്യൂമൻ ബീയിങ്സ് ആർ സെക്ഷുവലി റീപ്രൊഡ്യൂസിങ് വിവിപാരസ് ഓർഗാനിസംസ്. റീപ്രൊഡക്ഷനെ നമ്മൾ ഡിഫറെൻറ്റ് ഇവൻറ്റ്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതാണ് ഏറ്റവും ഫസ്റ്റായിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ഫസ്റ്റ് ടോപ്പിക്കിലൂടെ നമ്മൾ റീപ്രൊഡക്ഷനെ കുറിച്ചൊരു ജനറൽ ഐഡിയയാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് റീപ്രൊഡക്റ്റീവ് ഇവൻറ്റ്സ് ആണ്. റീപ്രൊഡക്റ്റീവ് ഇവൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ദേ ആർ ഗാമറ്റോജെനിസിസ്, സെക്കൻഡ് വൺ ഇൻസെമിനേഷൻ, തേർഡ് വൺ ഫെർട്ടിലൈസേഷൻ, ഫോർത്ത് വൺ implantation, fifth one gestation, and the last one is parturition. ഇതാണ് ഡിഫറെൻറ്റ് റീപ്രൊഡക്റ്റീവ് ഇവൻറ്റ്സ് ഇൻ ഹ്യൂമൻ ബീയിങ്സ്. ഇത് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വൺ ഗ്യാമറ്റോജെനിസിസ്. ഗ്യാമറ്റോജെനിസിസ് എന്ന് പറഞ്ഞാൽ ആ പേരിൽ നിന്ന് തന്നെ ക്ലിയർ ആണ്, ഗ്യാമറ്റോജെനിസിസ്. ദാറ്റ് മീൻസ് ഗ്യാമറ്റ് ഫോർമേഷൻ. ഗമീറ്റ് എന്ന് പറഞ്ഞാൽ മെയിലും ഫീമെയിലും ഉള്ള സെക്സ് സെൽസിനെയാണ് നമ്മൾ ഗമീറ്റ് എന്ന് വിളിക്കുക. മെയിൽസിൽ ദാറ്റ് സെക്സ് സെൽസ് ഈസ് sperm. In females that sex cell is ovum or egg. നമുക്ക് ക്ലിയർ ആയിട്ട് അറിയുന്ന കാര്യമാണ്. ഇനി സെക്കൻഡ് പ്രോസസ്സിലേക്ക് വന്നാൽ ദാറ്റ് ഈസ് ഇൻസെമിനേഷൻ. ഇൻസെമിനേഷൻ മീൻസ് മെയിലിനകത്തുള്ള സ്പേംസ് ഫീമെയിൽ ജെനിറ്റൽ ട്രാക്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സാണ് സെക്കൻഡ് വൺ, ദാറ്റ് ഈസ് ഇൻസെമിനേഷൻ. ആൻഡ് ദ തേർഡ് വൺ ഈസ് ദ ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റ്സിൻ്റെ ഫ്യൂഷനെയാണ് നമ്മൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഫ്യൂസ് ചെയ്തിട്ട് ദാറ്റ് ഫോംസ് എ സൈഗോട്ട്. ദാറ്റ് ഈസ് ദ തേർഡ് സ്റ്റെപ്പ്. ആൻഡ് ഫോർത്ത് സ്റ്റെപ്പ്, ഈ സൈഗോട്ട് ഫോം ചെയ്യുന്നത് ഫീമെയിൽസിലാണ് സൈഗോട്ട് ഫോം ചെയ്യുന്നത്. ഫീമെയിൽസിൻ്റെ ഫലോപ്പിയൻ ട്യൂബിലാണ് സൈഗോട്ട് ഫോം ചെയ്യുന്നത്. ദാറ്റ് സൈഗോട്ട് അവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഫീമെയിൽസിൻ്റെ യൂട്രസിൽ വന്ന് അറ്റാച്ച് ചെയ്യുന്ന പ്രോസസ്സ്, ദാറ്റ് ഈസ് കോൾഡ് ഇംപ്ലാന്റേഷൻ. സോ ഇംപ്ലാന്റേഷൻ ഈസ് ദ അറ്റാച്ച്മെൻറ്റ് ഓഫ് ബ്ലാസ്റ്റോസിസ് ഇൻ ഫീമെയിൽ യൂട്രൈൻ വാൾ. And the next step after implantation, the next step is the development of embryo. That is embryonic development. അല്ലെങ്കിൽ അതിനെ നമുക്ക് gestation എന്ന് വിളിക്കാം. So gestation means embryonic development. And the last step is the parturition. ഡെവലപ്പ് ആയിട്ടുള്ള ബേബിയുടെ ബർത്തിനെയാണ് നമ്മൾ parturition, ഡെലിവറി ത്രൂ ഉള്ള ബർത്തിനെയാണ് നമ്മൾ parturition എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഓഫ് റീപ്രൊഡക്റ്റീവ് ഇവൻറ്റ്സ്. സോ ഇൻ മെയിൽസിലും ഫീമെയിൽസിലും ഈ റീപ്രൊഡക്റ്റീവ് ഇവൻറ്റ്സിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായ ഗാമറ്റോജെനിസിസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്യൂബർട്ടി അറ്റൈൻ ചെയ്തതിന് ശേഷമാണ്. ബട്ട് ഇൻ മെയിൽസിലും ഫീമെയിൽസിലും ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, മെയിൽസിലാണെങ്കിൽ ഈ ഗാമറ്റോജെനിസിസ് പ്രോസസ് ദാറ്റ് കണ്ടിന്യൂസ് ഈവൺ ഇൻ ദ ഓൾഡ് ഏജസ് ഓൾസോ. അതായത് ഓൾഡ് ഏജ് ആയിട്ടുള്ള ആൾക്കാരിലും മെയിൽസിൽ സ്പേം പ്രൊഡക്ഷൻ ഉണ്ടാവും. ബട്ട് ഇൻ ഫീമെയിൽസ് ഇറ്റ് സ്റ്റോപ്സ് ഇൻ അബൌട്ട് 50 years ഏജ്. ഒരു 50 years ഏജ് ഒക്കെ ആകുമ്പോൾ ഈ സ്പേം ഓവം പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യുന്നു. അതാണ് മെയിൽസിലും ഫീമെയിൽസിലും ഉള്ള ഒരു വ്യത്യാസം. ഇനി നമുക്ക് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത് മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെക്കുറിച്ചാണ്. അതിൽ ഫസ്റ്റ് ആയിട്ടുള്ള മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. സോ വി ക്യാൻ സീ ദ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. സോ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ പാർട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് എ പെയർ ഓഫ് ടെസ്റ്റിസ്, ആക്സസറി ഡക്ട്സ്, ആക്സസറി ഗ്ലാൻഡ്സ് ആൻഡ് എക്സ്റ്റേണൽ ജെനിറ്റാലിയ. ഇത് 4മാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ പാർട്സ്. അതിൽ ദ മേജർ വൺ ഈസ് ദ ടെസ്റ്റിസ്. ടെസ്റ്റിസ് ആണ് മെയിൽസിലെ മെയിൻ റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്ന് പറയുന്നത്. ആ ടെസ്റ്റിസിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ടെസ്റ്റിസ് ഈസ് ലൊക്കേറ്റഡ് ബിലോ ദ അബ്ഡോമിനൽ ക്യാവിറ്റി. അബ്ഡോമിനൽ ക്യാവിറ്റിൻ്റെ താഴെയായിട്ടാണ് ടെസ്റ്റിസ് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്. സോ ടെസ്റ്റിസ് ഈസ് ലൊക്കേറ്റഡ് ഔട്ട്സൈഡ് ദ അബ്ഡോമിനൽ ക്യാവിറ്റി ഇൻ എ പൗച്ച് കോൾഡ് സ്ക്രോട്ടം. സ്ക്രോട്ടം എന്ന പൗച്ചിനകത്താണ് ടെസ്റ്റിസ് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്. ആ സ്ക്രോട്ടത്തിനകത്ത് ടെസ്റ്റിസ് ലൊക്കേറ്റ് ചെയ്യാനൊരു കാരണമുണ്ട്. നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനെക്കാട്ടിലും 2 to 2.5 degrees Celsius ലോവർ ടെമ്പറേച്ചറാണ് സ്ക്രോട്ടത്തിനകത്തുള്ളത്.
to maintain the gametogenesis process. That temperature maintains the gametogenesis process. Important ആണ് ആ gametogenesis പ്രോസസ്സിന് അങ്ങനെ ഒരു ടെമ്പറേച്ചർ. നമ്മുടെ ബോഡി ടെമ്പറേച്ചറിൽ തന്നെ ആ പ്രോസസ്സ് നടക്കില്ല. അതുകൊണ്ടാണ് gametogenesis പ്രോസസ്സ് സ്മൂത്തായിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ സ്ക്രോട്ടത്തിലുള്ള ആ ഒരു ലൊക്കേഷൻ. Testis is oval in shape. It has 4 to 5 cm length and 2 to 3 cm width. It has a dense covering. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ടെസ്റ്റിസിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് പറഞ്ഞു, അതിൻ്റെ സ്ക്രോട്ടത്തിനെ കൊണ്ടുള്ള കവറിങ് പറഞ്ഞു, ആ കവറിങ്ങിനെ കൊണ്ടുള്ള ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറഞ്ഞു. ടെമ്പറേച്ചർ ലോ ആയിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു കവറിങ് ടെസ്റ്റിസിനുള്ളത്. That scrotum helps to maintain a lower temperature than our normal body temperature to ease the process of gametogenesis in males. മെയിൽസിലെ gametogenesis പ്രോസസ്സ് സ്മൂത്തായിട്ട് നടക്കാൻ വേണ്ടി ബോഡി ടെമ്പറേച്ചറിനെക്കാട്ടിലും ഒരു ലോവർ ടെമ്പറേച്ചർ 2 to 2.5 ഡിഗ്രി വരെ ലോവർ ടെമ്പറേച്ചറാണ് സ്ക്രോട്ടത്തിനകത്ത് ഉണ്ടാവുന്നത്. അതുകൊണ്ട് ടെസ്റ്റിസിൻ്റെ സ്ക്രോട്ടത്തിനകത്തുള്ള ആ ഒരു പൊസിഷൻ ഈ ഒരു ടെമ്പറേച്ചർ മെയിൻ്റെനൻസിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് വി ക്യാൻ സീ ദ സ്ട്രക്ചർ ഓഫ് ടെസ്റ്റിസ്. ടെസ്റ്റിൻ്റെ സ്ട്രക്ചറിലേക്ക് കടക്കുമ്പോൾ ഇറ്റ് ഹാസ് സോ മെനി കമ്പാർട്ട്മെൻറ്റ്സ്, അബൌട്ട് 250 കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. That compartments are called testicular lobules. Testicular lobules എന്നാണ് ടെസ്റ്റിസിൻ്റെ കമ്പാർട്ട്മെൻറ്റ്സിന് നമ്മൾ പറയുന്ന പേര്. ആ ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസിന് അകത്ത് സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്ന പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ട്യൂബ്യൂൾസ് ഉണ്ട്. ദാറ്റ് ട്യൂബ്യൂൾസ് ആർ കോൾഡ് സെമിനിഫറസ് ട്യൂബ്യൂൾസ്. സോ ഫസ്റ്റ് ടെസ്റ്റിസിനെ ഡിഫറെൻറ്റ് കമ്പാർട്ട്മെൻ്റ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ആ കമ്പാർട്ട്മെൻറ്റിനെ നമ്മൾ ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ് എന്ന് പറയുന്നു. Inside the testicular lobules there are highly coiled structure called seminiferous tubules. ഇനി seminiferous tubulesനകത്ത് inner line of seminiferous tubules consists of two different types of cells. They are male germ cells and Sertoli cells. Male germ cells and Sertoli cells are present inside the seminiferous tubules. That seminiferous tubules are the highly coiled structure in the compartment of testis, that is testicular lobules. ഇത്രയാണ് നമ്മളിവിടെ പറഞ്ഞത്. ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ്, അതിനകത്ത് സെമിനിഫറസ് ട്യൂബ്യൂൾസ്. സെമിനിഫറസ് ട്യൂബ്യൂൾസിനകത്തുള്ള 2 different types of cells. They are male germ cells and Sertoli cells. ഇനി മെയിൽ ജേം സെൽസ് ആർ അണ്ടർഗോ മിയോട്ടിക് ഡിവിഷൻ ടു പ്രൊഡ്യൂസ് ദ സ്പേം, to produce the male cells, male sex cells, that is the sperm, that is the male germ cells. So the second one is the Sertoli cells. The function of Sertoli cells is to nourish the sperm cells or the male germ cells. Male germ cells നെ നറിഷ് ചെയ്യുന്നതാണ് Sertoli cells-ൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ 2 ടൈപ്പ് സെൽസ് നമ്മൾ പറഞ്ഞു. സെമിനിഫറസ് ട്യൂബ്യൂൾസിനകത്തുള്ള മെയിൽ ജേം സെൽസും Sertoli cells. ഈ Sertoli cells എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട് ക്വസ്റ്റ്യൻസിലൊക്കെ. Sertoli cells nourish the male germ cells or the sperm cells. Inside the testis, in the interstitial space, there are a special type of cells called Leydig cells or interstitial cells. These cells produce and secrete the male hormone called androgens. അപ്പോൾ മെയിൽസിലെ മെയിൽ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ടെസ്റ്റിസിനകത്തുള്ള ഇൻ്റർസ്റ്റീഷ്യൽ സെൽസുകളാണ്. ഇൻ്റർസ്റ്റീഷ്യൽ സ്പേസിലുള്ള ഇൻ്റർസ്റ്റീഷ്യൽ സെൽസാണ് മെയിൽ ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുന്നത്. ദാറ്റ് സ്പെഷ്യലൈസ്ഡ് സെൽസ് ആർ ഓൾസോ കോൾഡ് ലെയ്ഡിങ് സെൽസ്. അപ്പോൾ മെയിൽസിലെ സെക്സ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൽസ് ഏതാണെന്ന് ചോദിച്ചാൽ ദേ ആർ ലെയ്ഡിങ് സെൽസ് പ്രസൻറ്റ് ഇൻ ദ ഇൻ്റർസ്റ്റീഷ്യൽ സ്പേസ് ഓഫ് ടെസ്റ്റിസ്. അപ്പോൾ ഇത്രയുമാണ് ടെസ്റ്റിസിൻ്റെ സ്ട്രക്ചർ. നമ്മളതിൽ ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ് പറഞ്ഞു, സെമിനിഫറസ് ട്യൂബ്യൂൾസ് പറഞ്ഞു, അതിനകത്തുള്ള 2 ടൈപ്പ് സെൽസ് മെയിൽ ജേം സെൽസ് പറഞ്ഞു, Sertoli സെൽസ് പറഞ്ഞു, ആൻഡ് ലാസ്റ്റ് ഇൻ്റർസ്റ്റീഷ്യൽ സെൽസ് അല്ലെങ്കിൽ ലേഡിങ് സെൽസും പറഞ്ഞു. ഇനി നെക്സ്റ്റ് വി ക്യാൻ സീ ദ സെക്കൻഡ് പാർട്ട് ഓഫ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, ദാറ്റ് ഈസ് ആക്സസറി ഡക്ട്സ്. 4 different types of accessory ducts are there in males. They are, first one is rete testis, second one is vasa efferentia, third one is epididymis, and the fourth one is vas deferens. These are the different ducts present inside the testis. അപ്പോൾ ടെസ്റ്റിസിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പേംസിനെ യൂറിനറി ബ്ലാഡറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഡക്റ്റുകളാണ് ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് റെറ്റെ ടെസ്റ്റിസ്. റെറ്റെ ടെസ്റ്റിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെമിനിഫറസ് ട്യൂബ്യൂൾസിൽ ഫോം ചെയ്തേക്കുന്ന മെയിൽ ജേം സെൽസ് അല്ലെങ്കിൽ സ്പേംസിനെ ക്യാരി ചെയ്ത് ഇറ്റ് കംസ് ഔട്ട് ഓഫ് ദ ടെസ്റ്റിസ് ആൻഡ് ഇറ്റ് ഫോംസ് ദർ ദ
വാസ എഫറൻഷ്യ, അതായത് റെറ്റെ ടെസ്റ്റിസിലൂടെ വാസ എഫറൻഷ്യയിലേക്ക് ഈ മെയിൽ ജേം സെൽസ് അല്ലെങ്കിൽ മെയിൽ സെൽസ് പോകുന്നു. ഫ്രം ദർ ഇറ്റ് മൂവ്സ് ഔട്ട് ഓഫ് ദ ടെസ്റ്റിസ് ത്രൂ ദ എപ്പിഡിഡിമിസ് പാർട്ട്. അത് ഹൈലി കോയിൽഡ് സ്ട്രക്ചറാണ്. ടെസ്റ്റിസിന് പുറത്തായിട്ട് കാണുന്ന ഹൈലി കോയിൽഡ് ആയിട്ടുള്ള സ്ട്രക്ചറാണ് എപ്പിഡിഡിമിസ് എന്ന് പറയുന്നത്. ഫ്രം ദർ ഇറ്റ് മൂവ്സ് ടു ദ യൂറിനറി ബ്ലാഡർ. ആ പിക്ചറിൽ നമുക്ക് ക്ലിയർ ആണ്. ഫ്രം ദർ ഇറ്റ് മൂവ്സ് ടു ദ യൂറിനറി ബ്ലാഡർ ത്രൂ വാസ് ഡെഫേൺസ്. ഇത്രയുമാണ് ആക്സസറി ഡക്ട്സ് ഉള്ളത്. സോ ആക്സസറി ഡക്ട്സിൻ്റെ ഫങ്ഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് സ്റ്റോർ ആൻഡ് ട്രാൻസ്പോർട്ട് സ്പേംസ് ഫ്രം ദ ടെസ്റ്റിസ് ടു ദ യുറീത്ര. യുറീത്രയിൽ നിന്നും പെനിസ് ത്രൂ ദീസ് സ്പേംസ് comes out of the body. And the next one is accessory glands. 3 different types of accessory glands are there in human beings. They are seminal vesicles, prostate gland and bulbourethral glands. Seminal vesicle, prostate gland and bulbourethral glands. ഇതാണ് 3 different types of glands present in human beings. And the function of these glands is to secrete സെമിനൽ പ്ലാസ്മ. സെമിനൽ പ്ലാസ്മയാണ് ഈ ഗ്ലാൻസ് സെക്രീറ്റ് ചെയ്യുന്ന മെയിൻ കണ്ടൻറ് എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് സെമിനൽ പ്ലാസ്മ കൺസിസ്റ്റ് ഓഫ് കാൽഷ്യം അയോൺസ്, ഫ്രക്ടോസ് എക്സെട്ര. ദിസ് സെമിനൽ പ്ലാസ്മ ആൻഡ് സ്പേംസ് ടുഗെദർ കോൾഡ് സെമൻ. And this semen is carried out of the body through the external genitalia. So next we can see the external genitalia in human beings. In human beings, the main external organ or external genitalia in males, it is the penis. And this penis consists of many specialized cells which helps in the erection of penis and which facilitate the process of fertilization. Fertilization, insemination and fertilization processine help ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള certain cells are there inside the penis. So this penis has a bulged portion on the tip of the penis that is called glans penis. It is covered by the foreskin. That is the structure of male reproductive system. It includes testis, accessory ducts, accessory glands and the external genitalia. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ചാപ്റ്ററാണ് സ്റ്റാർട്ട് ചെയ്തത്. ആ ചാപ്റ്ററിൽ ഫസ്റ്റ് നമ്മൾ കണ്ടത് റീപ്രൊഡക്റ്റീവ് ഇവൻറ്റ്സ് ഏതൊക്കെയാണെന്നായിരുന്നു. 6 ഇവൻറ്റ്സ് ഞാൻ പറഞ്ഞിരുന്നു. ആ 6 ഇവൻറ്റ്സ് ഗാമറ്റോജെനിസിസ്, സെക്കൻഡ് വൺ ഇൻസെമിനേഷൻ, തേർഡ് വൺ ഫെർട്ടിലൈസേഷൻ, ഫോർത്ത് വൺ ഇംപ്ലാന്റേഷൻ, ഫിഫ്ത്ത് വൺ ജെസ്റ്റേഷൻ ആൻഡ് ദ സിക്സ്ത് വൺ ഈസ് പാർച്ചുറേഷൻ. പിന്നെ നമ്മൾ കണ്ടത് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിൻ്റെ സ്ട്രക്ചറായിരുന്നു, മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചറായിരുന്നു. അതിൽ നമ്മൾ ടെസ്റ്റിസ് പാർട്സ് പറഞ്ഞത് ടെസ്റ്റിസ്, ആക്സസറി ഡക്ട്, ആക്സസറി ഗ്ലാൻഡ്സ് ആൻഡ് എക്സ്റ്റേണൽ ജെനിറ്റാലിയ. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്. ഇതിൻ്റെ ബാക്കിയായിട്ടുള്ള ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കുന്നതായിരിക്കും. താങ്ക് യു.